ഓക്കെ. അപ്പോൾ ഈ ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് ജൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ എപ്പോഴും ഇമാജിൻ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു 3 ആക്സിസ് സിസ്റ്റം അല്ലേ. ഇപ്പോൾ ഈ ഫിംഗർ എക്സ് ആക്സിസ്, ഈ ഫിംഗർ ഇസഡ് ആക്സിസ്, ഈ തമ്പ് വൈ ആക്സിസ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു റോട്ടർ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യും. ഇവിടെ റോട്ടർ ഉണ്ട്. ഓക്കെ. ഈ റോട്ടർ ഒരു ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോട്ടർ ക്ലോക്ക് വൈസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. So that spinning is about x-axis. That is about x-axis. Okay. And now this axis of rotation, ഈ axis of rotation അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ if that axis of rotation itself rotates, okay, so that is about, ഈ rotation is about z-axis. Okay. ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള മൂവ്മെൻറ്റ്, so that is called precision. That is called precision. So that precision is about z-axis. So ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ then you have gyroscopic couple that will be about third perpendicular axis, which is y axis. So this is x, this is z, and this is y. So അതിന് ഡയറക്ഷൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, so this is suppose the rotor is rotating in clockwise direction and precision is in clockwise direction. So rotor clockwise ആണ് when view from this side, right? And this movement, if precision is also in clockwise direction. അത് clockwise direction എന്ന് പറയുമ്പോൾ when we view from top, ഈ ആക്സിസ് ക്ലോക്ക് ആയിട്ട് കറങ്ങുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ തമ്പ് റൂൾ ഇത് നേരെ ഇങ്ങോട്ട് കറങ്ങി വരുമ്പോൾ ഇതിവിടെ നിന്ന് കറങ്ങി ഈ ആക്സിസ് കറങ്ങി ഇവിടെ എത്തി. ഓക്കെ. നൗ ഇറ്റ് ഈസ് പാരലൽ ടു വൈ ആക്സിസ്. സോ നമ്മൾ ഇവിടുന്ന് വ്യൂ ചെയ്യുമ്പോൾ റോട്ടർ ഈസ് സ്റ്റിൽ സ്പിന്നിങ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ so that is the direction of active gyroscopic couple. So about y-axis ഉള്ള active gyroscopic couple direction ആണ്, this is the direction of active gyroscopic couple which is in clockwise direction. അപ്പോൾ clockwise direction എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ clockwise direction into paper. ഓക്കെ. clockwise direction ഈ ഡയറക്ഷനിൽ into paper. ഓക്കെ. അപ്പോൾ ഇത് ഏതാണ്? സോ it is in clockwise direction and it is into paper. So we are interested in reactive gyroscopic couple. അപ്പോൾ ആക്റ്റീവ് ഈ ഡയറക്ഷനിലാണെങ്കിൽ റിയാക്റ്റീവ് ഷുഡ് ബി ഓപ്പോസിറ്റ്. ഓക്കെ. സോ ക്ലോക്ക്വൈസ് active gyroscopic couple is acting in this direction, okay, into this, and it is in clockwise. So reactive gyroscopic couple will be coming out of this and it should be in anti-clockwise direction. Okay. So reactive gyroscopic couple will be in anti-clockwise direction. So that means this rotor will experience a anti-clockwise couple about y-axis. This rotor, so ഇവിടെ rotor ഉണ്ട്, that rotor will experience an anti-clockwise couple about y-axis. So about y-axis എന്താണ് anti-clockwise couple? Anti-clockwise പറഞ്ഞാൽ ഇത് നേരെ താഴോട്ടേക്ക് വരും. ഇപ്പോൾ clockwise couple ആണെങ്കിൽ നേരെ മുന്നോട്ട് പോയിരുന്നു. clockwise couple ആണെങ്കിൽ അത് നേരെ താഴോട്ട് വരും. ആൻറ്റി ക്ലോക്ക്വൈസ് കപ്പിൾ ആണെങ്കിൽ അത് നേരെ മുകളിലോട്ട് പോകാൻ ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ. ആൻഡ് നൗ സപ്പോസ് ദിസ് ഈസ് മൂവിങ് ഇൻ ദിസ് ഈസ് പ്രിസൈസിങ് ഇൻ ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. സോ അപ്പോൾ ഇത് ഇങ്ങോട്ടല്ല വരിക, തിരിച്ച് ആ ഡയറക്ഷനിൽ പോകും. ഓക്കെ. ഈ ആക്സിസ് തിരിഞ്ഞ് ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ പിടിച്ച് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വെച്ചു. ഓക്കെ. ജസ്റ്റ് ഇമാജിൻ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ. ഇവിടെ ഉണ്ടായിരുന്ന ഈ ആക്സിസ് 90 ഡിഗ്രി കറക്കി ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ കറക്കി ഇവിടെ വെച്ചു. ഓക്കെ. ഇനി നമ്മൾ അവിടുന്ന് വ്യൂ ചെയ്യണം. നമ്മൾ അവിടെ നോക്കുമ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് കറങ്ങിക്കൊണ്ടിരുന്ന സ്പിൻ കൊണ്ടിരുന്നത് ഇത് അവിടെ ഇപ്പം ക്ലോക്ക് വൈസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അവിടെ ക്ലോക്ക് വൈസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ എന്താണ്? ഇവിടുന്ന് നോക്കുമ്പോൾ ഇത് അവിടുന്ന് ക്ലോക്ക് വൈസ് കറങ്ങുകയാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ when we view from this side it is in anti-clockwise direction. Okay. So that means direction of active gyroscopic couple is in anti-clockwise direction. So direction of clockwise couple will be direction of reactive gyroscopic couple will be in clockwise direction. Okay. So the direction of reactive gyroscopic couple will be in clockwise direction. And the meaning endana, this rotor will experience a clockwise couple about y-axis. This rotor will experience a clockwise couple about y-axis. Okay. അപ്പോൾ clockwise couple എന്താണ്? അപ്പോൾ ഇതിന് നേരെ about y-axis ഇതിന് താഴോട്ട് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ജസ്റ്റ് താഴോട്ട് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേ കാര്യം തന്നെ ഇമാജിൻ ചെയ്യാം. ഇതേ ആക്സിസ് സിസ്റ്റം വെച്ച് നിങ്ങൾക്ക് ഒന്നുകൂടി ഇമാജിൻ ചെയ്യാം.
അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇതുവരെ കൺസിഡർ ചെയ്തൊക്കെ റോട്ടറിൻ്റെ ഡയറക്ഷൻ സ്പിന്നിങ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയാലും നിങ്ങൾക്ക് ഇതേപോലെ ഇമാജിൻ ചെയ്യാം. ഇതിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്, ഇതിൻ്റെ ഡയറക്ഷൻ ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. നമ്മളിത് ക്ലോക്ക് വൈസ് പ്രിസൈസ് ചെയ്താൽ നേരെ ഇവിടുന്ന് ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ നോക്കുമ്പോൾ ഇത് റോട്ടറി ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. So direction of gyroscopic couple is in anti-clockwise direction. So direction of reactive gyroscopic couple will be in clockwise direction. Okay. So ആ കേസിൽ ഇത് ഇങ്ങോട്ട് പ്രിസൈസ് ചെയ്യുമ്പോൾ, റോട്ടർ ഇങ്ങോട്ട് പ്രിസൈസ് ചെയ്യുമ്പോൾ it will experience a clockwise couple. ഓക്കെ. ഇനി ഷിപ്പിൻ്റെ കേസിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ബാക്കി എല്ലാ കേസും സെയിം ആണ്. ഷിപ്പിൻ്റെ കേസിൽ വ്യത്യാസം, ഷിപ്പിലെ ഒരു കാര്യം എന്താ വെച്ചാൽ ഷിപ്പിന് ഒരു പിച്ചിങ് മോഷൻ ഉണ്ട്. ഇപ്പം ഷിപ്പിൻ്റെ കേസിൽ റോട്ടർ എവിടെയാണ് നിൽക്കുന്നത്? ഓക്കെ, റോട്ടർ എവിടെ നിൽക്കുന്നത്? സപ്പോസ് റോട്ടർ ഈസ് സ്പിന്നിങ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. റോട്ടർ ഈസ് സ്പിന്നിങ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ആ സമയത്ത് പിച്ചിങ് മോഷൻ എന്ന് പറയുമ്പോൾ ഷിപ്പിൻ്റെ ഇങ്ങനെയുള്ള മോഷൻ, ഇതിൻ്റെ ഷിപ്പിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മോഷനാണ് പിച്ചിങ്. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺ മോഷനാണ് പിച്ചിങ്. അപ്പോൾ സപ്പോസ് ഇതിപ്പം താഴോട്ട് പിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചോ. താഴോട്ട് പിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആക്സിസ് ഏതാണ്? ഇതുവരെ നമ്മൾ പ്രിസിഷൻ ഈസ് അബൌട്ട് ഇസഡ് ആക്സിസ് ആയിരുന്നു. ഇതിപ്പോൾ ഇങ്ങോട്ട് മൂവ്മെൻറ്റ് പറയുമ്പം പിച്ചിങ് ഈസ് അബൌട്ട് വൈ ആക്സിസ്. ഓക്കെ, ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഈസ് അബൌട്ട് വൈ ആക്സിസ്. സോ പിച്ചിങ് ഈസ് അബൌട്ട് വൈ ആക്സിസ്. സോ ഈ ഷിപ്പ് താഴോട്ട് പിച്ച് ചെയ്യുകയാണെങ്കിൽ സപ്പോസ് ഇറ്റ് ഈസ് പിച്ചിങ് ഡൗൺവേർഡ്. താഴോട്ട് പിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഡയറക്ഷൻ കാണാൻ എന്ത് വേണം? നമ്മൾ നേരെ ഈ ആക്സിസിനെ പിടിച്ച് നേരെ താഴോട്ടാക്കാം. ഓക്കെ, താഴോട്ട് പിച്ച് ചെയ്ത് വരികയാണ്. അപ്പോൾ നേരെ താഴോട്ടാക്കി. നൗ വി ആർ വ്യൂയിങ് ഫ്രം ഡൗൺ. അപ്പോൾ താഴെ നോക്കുമ്പോൾ സപ്പോസ് ദിസ് റോട്ടർ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമ്മൾ നേരെ താഴെ വന്നു, പിച്ചിങ് ഡൗൺവേർഡ്. ഇവിടുന്ന് താഴെ നോക്കുമ്പോൾ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ നൗ ഇഫ് യു വ്യൂ ഫ്രം ടോപ്പ്, താഴെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. താഴെ ക്ലോക്ക് വൈസിലൊക്കെ കറങ്ങുന്നെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. So active gyroscopic couple is in anti-clockwise direction. So reactive gyroscopic couple will be in clockwise direction. Reactive gyroscopic couple will be in clockwise direction. So any meaning endana? So this reactive gyroscopic couple will be about third axis. So spinning about this axis ana, precession is about y axis. So gyroscopic couple will be about z axis. So അത് ക്ലോക്ക് വൈസ് ആണ്. സോ ഷിപ്പ് ഇങ്ങോട്ട് ടേൺ ചെയ്യും ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ.